സംശയം. ഈ സമയത്ത് ഈ പുരോഹിതൻ ബലിയർപ്പിച്ച് അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പായി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം അർപ്പിച്ചുകൊണ്ടിരുന്ന ആ തിരുവോസ്തിയുണ്ടല്ലോ യഥാർത്ഥത്തിലുള്ള മാംസമായി മാറിയിരിക്കുന്നു. ആ തിരുരക്തമുണ്ടല്ലോ യഥാർത്ഥത്തിലുള്ള രക്തമായി മാറിയിരിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന ജനത്തെ മുഴുവൻ അദ്ദേഹം അത് വിളിച്ചു കാണിച്ചു കൊടുത്തു. പിന്നീട് കാണാൻ സാധിച്ചു അത് 5 ഗോളങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അന്ന് വിശുദ്ധ കുർബാനയൊന്നും സ്വീകരിക്കാൻ സാധിച്ചില്ല. പ്രത്യേകമായി ആ 5 ഗോളങ്ങളായി മാറിയിരിക്കുന്ന ആദ്യം വിശിഷ്ടമായ ദന്തപേടകത്തിലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വെള്ളിപ്പേടകത്തിലുമാക്കി അത് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വളരെ ഭംഗിയായി പൂജ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇത് സംഭവിച്ച് AD 750 ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ വേണ്ടി ലാൻസിയാനോയിലെ ആർച്ച് ബിഷപ്പ് തീരുമാനിച്ചു. മാർപ്പാപ്പയുടെ പ്രത്യേകമായ അനുവാദത്തോടുകൂടി 1971 മാർച്ച് 4 ഈ അത്ഭുത തിരുശേഷിപ്പിന്റെ ശാസ്ത്രീയമായ പഠനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്തത്? ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞന്റെ കയ്യിലേക്ക് ഈ യേശുവിന്റെ തിരുശരീരം യഥാർത്ഥത്തിലുള്ള മാംസമായി മാറിയതിന്റെ പാർട്ടിക്കിൾസ് മുറിച്ചെടുത്ത് 5 ഗോളങ്ങളായി മാറിയല്ലോ, അതിന്റെ ഓരോ കഷ്ണങ്ങൾ ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തു. ഇതിനുശേഷം ഈ ശാസ്ത്രജ്ഞന്റെ അടുക്കിലേക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നാ സംഭവിച്ചത്? AD 750. എന്നാൽ ശാസ്ത്രീയമായി അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തിരിക്കുന്നു 1972 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-12 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത് അയച്ചു കൊടുക്കുന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ശാസ്ത്രജ്ഞനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് യേശുവിന്റെ ശരീരം യഥാർത്ഥത്തിലുള്ള മാംസമായി മാറിയതാണ്, ഇത് യേശുവിന്റെ രക്തം യഥാർത്ഥത്തിലുള്ള രക്തമായി മാറിയതാണ് എന്ന് ഈ ശാസ്ത്രജ്ഞനോട് പറഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം ഇതിന്റെ റിസൾട്ട് വന്നു. ഈ റിസർച്ച് ചെയ്തതിന്റെ പരിശോധന ഫലങ്ങൾ വന്നു. ആ പരിശോധന ഫലങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഈ ശാസ്ത്രജ്ഞൻ അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിലുള്ള മാംസമായി മാറിയതും യഥാർത്ഥത്തിൽ രക്തമായി മാറിയതും അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഫലങ്ങളെ കുറിച്ച് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായി അതിനകത്ത് അദ്ദേഹം എഴുതി, ഈ ദീപികാരുടെ അത്ഭുതത്തിലെ മാംസം യഥാർത്ഥ മാംസവും യഥാർത്ഥ രക്തവും തന്നെ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ കുർബാനയെ നമുക്ക് വിശ്വസിക്കണം. ഇത് യേശുവിന്റെ ശരീരമാണ്, ഇത് യേശുവിന്റെ രക്തമാണ്. വീണ്ടും അദ്ദേഹം ശാസ്ത്രീയമായി അതിന്റെ റിസൾട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പൂർണ്ണമായ ഹൃദയത്തിന്റെ മുഴുവൻ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ മാംസഭാഗം. ഒരു പൂർണ്ണമായ ഹൃദയത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമെല്ലാം നാവും നീട്ടി സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന എന്താ? നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഹൃദയ ഭിത്തികളാ. ഈ ഹൃദയ ഭിത്തികളാ, ഹൃദയം തന്നെയാ നാവും നീട്ടി സ്വീകരിക്കുന്നത്. അതാണ് ശാസ്ത്രീയമായി അവർ പഠനം നടത്തിയതിനു ശേഷം ഇത് കൈയിന്റെ ഭാഗമാണ്, കാലിന്റെ ഭാഗമാണെന്നല്ല ഈ തിരുവോസ്തിയെ കുറിച്ച് എഴുതിയത്, മറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് പൂർണ്ണ ഹൃദയത്തിന്റെ മുഴുവൻ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് മാംസഭാഗമെന്ന്. വീണ്ടും മൂന്നാമതായി എഴുതി വെച്ചു മാംസവും രക്തവും മനുഷ്യന്റേതാണ് എന്ന്. നാലാമതായി എഴുതി വെച്ചു മനുഷ്യ രക്തത്തിൽ കാണുന്ന ക്ലോറൈഡ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം എന്നീ ധാതുക്കളെല്ലാം ഈ ദീപികാരുടെ അത്ഭുതം നടന്നിരിക്കുന്ന ഈ മാംസകഷ്ണത്തിലുണ്ട് എന്ന് അവർ എഴുതി വെച്ചിരിക്കുകയാണ്. വീണ്ടും അതിനകത്ത് കാണാൻ സാധിക്കും മാംസവും രക്തവും AB പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ടത് മധ്യപൂർവ്വ ദേശത്തെ ജനതകളുടെ സവിശേഷതകളോട് ഇണങ്ങുന്നതുമാണ്. കർത്താവ് യേശു മിശിഹായുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? AB പോസിറ്റീവ്. കാരണം യേശുവിന്റെ ആ വസ്ത്രാഞ്ചലം പിന്നീട് ശാസ്ത്രീയമായി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു AB പോസിറ്റീവ് ആണ് യേശുവിന്റെ രക്തഗ്രൂപ്പ് എന്നുള്ളത്. വീണ്ടും അവർ ശാസ്ത്രജ്ഞന്മാർ എഴുതിയിരിക്കുക മധ്യപൂർവ്വ ദേശത്തെ ജനതകളുടെ സവിശേഷതകളോട് ഇണങ്ങുന്നതാണ് ഈ രക്തഗ്രൂപ്പ് എന്നുള്ളത്. വീണ്ടും എഴുതി വെച്ചിരിക്കുക കേടുകൂടാ സൂക്ഷിക്കുന്ന മരുന്നുകളോ ഉപ്പിന്റെയോ സാന്നിധ്യം ഒന്നും മാംസത്തിലും രക്തത്തിലുമില്ല. AD 750 നടന്ന സംഭവം
ഇത് പേടകത്തിനകത്ത് വളരെ പൂജ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നാൽ സൂക്ഷിച്ചു വെച്ച് കേടുവരാതിരിക്കുവാൻ ഉപ്പിന്റെയോ മറ്റു മരുന്നുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ ദീപികാന് അത്ഭുതത്തിൽ കാണപ്പെട്ട രക്തത്തിന്റെ ഗ്രൂപ്പ് ടൂറിലെ തിരുക്കച്ചയിൽ കണ്ടെത്തിയ രക്തത്തിന്റെ അതേ ഗ്രൂപ്പ് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ തിരുക്കച്ച, ടൂറിലെ ഈ തിരുക്കച്ചയിൽ കണ്ട ആ രക്തത്തുള്ളികളുടെ ആ ശരീരത്തിൽ, ആ തുണിയിൽ പതിച്ചിരിക്കുന്ന, ആ വസ്ത്രത്തിൽ പതിച്ചിരിക്കുന്ന ആ രക്തത്തിന്റെ അതേ ഗ്രൂപ്പ് തന്നെയാണ് ഈ യേശുവിന്റെ തിരുശരീരവും രക്തവും വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള മാംസമായി മാറിയെന്ന് ഈ ശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം പറയുകയാണ്, സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദിനവും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന മക്കളാണ് ഇന്ന് നൂറുകണക്കിന് മക്കൾ, ആയിരക്കണക്കിന് മക്കൾ. എന്നാ പ്രിയപ്പെട്ടവരെ, സഭയിലെ ആത്മീയ പിതാക്കന്മാർ പറയുകയാണ്, ഇറ്റലിയിൽ ഈ അത്ഭുതത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ കുറിച്ച് ആത്മീയമായി ധ്യാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരിക്കൽ പോലും ഒരു വ്യക്തി പോലും വിശുദ്ധ കുർബാനയിൽ നിന്നോ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്നോ വിട്ടുമാറുകയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിനക്ക് ഈ തിരുവോസ്തിയിലേക്ക് നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കണം, ഇത് ജീവനുള്ള ദൈവത്തിന്റെ ശരീരവും രക്തവുമാണ് എന്ന്, ഈ ജീവനുള്ള അപ്പമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസം കൊണ്ട് പറയാൻ സാധിക്കണം. വീണ്ടും ഈ അത്ഭുതം കേട്ട് കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ഇങ്ങനെയാണ്, ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ എനിക്ക് ഈ ബോധ്യമുണ്ടോ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഹൃദയം തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ ഞാൻ സ്വീകരിക്കുന്നത് എന്ന്. മറ്റൊന്നുമല്ല, യേശുവിന്റെ ചങ്ക് നമുക്ക് മുറിച്ചു തരുന്നത് വിശുദ്ധ കുർബാന എന്നുള്ള ബോധ്യം ഓരോ മക്കൾക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വചനം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാം തിരുവചനം നമുക്ക് ശ്രമിക്കാം. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. നമ്മൾ ഭാവനയെ കാണണം. വലിയൊരു കൺവെൻഷൻ നടക്കുക, ജനസഞ്ചയമാണ് അവിടെയുള്ള. ഈ സമയത്ത് കൺവെൻഷൻ തീരുന്നേക്കാൾ മുമ്പ് യേശു ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് മറുകരയിലേക്ക് പൊക്കോ. യേശു അവരെ നിർബന്ധിച്ചു എന്നാണ്. തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു അവരെ നിർബന്ധിച്ചു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് ആ കൺവെൻഷന്റെ ആഘോഷ തിമിർപ്പിൽ ഇരിക്കാനല്ല ശിഷ്യന്മാരോട് പറഞ്ഞ്, ഇവിടെ നിന്ന് പൊക്കോ, നിങ്ങൾ മറുകരയിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങൾ പൊക്കോ, ധ്യാനിക്കുവാൻ വേണ്ടി പൊക്കോ, പിതാവുമായി ഒന്നായിരിക്കുവാൻ വേണ്ടി പൊക്കോ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഓരോ ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഈ ആഘോഷങ്ങൾ തിമിർപ്പിൽ ജീവിക്കാനല്ല, യേശുവിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനാ ശൈലി നമുക്ക് കാണിച്ചു തരികയാണ്. അത് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിന്റെയൊക്കെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പ്രാർത്ഥനയിലാണ് എത്തിച്ചേരേണ്ടത്. തുടർന്ന് വായിക്കുന്നു, അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശു എന്താ ചെയ്ത്? ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, നിങ്ങളുടെ കടലിന് മറുകരയിലേക്ക് പോയി നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം യേശു എന്താ ചെയ്ത്? ഈ ജനത്തെ മുഴുവൻ പിരിച്ചു വിട്ടതിന് ശേഷം യേശു പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലമുകളിലേക്ക് കയറി. മലമുകളിൽ എപ്പോഴും പ്രാർത്ഥനാ സങ്കേതങ്ങളാണ്. വിശുദ്ധ ചാവറ പിതാവൊക്കെ മലമുകളിലായിരുന്നു ആശ്രമങ്ങൾ സ്ഥാപിച്ചത്. കാരണം ഈ ബസ്രോമ അനുഭവം, ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം ഉണ്ടാവുന്ന മലമുകളാണ്. അതുകൊണ്ട് തന്നെ യേശു എന്താ ചെയ്ത്? യേശു ഞാനും എന്റെ പിതാവുമായി ഒന്നായിരിക്കുവാൻ വേണ്ടി യേശു ഏകാന്തയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കയറി. ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ,
ധ്യാനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛന്മാരാ ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലുള്ള അച്ഛന്മാര്. പലപ്പോഴും ധ്യാനം കഴിയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു ചിന്തയാ, ഭയങ്കര ക്ഷീണായി, മടുത്തു, രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊണ്ട ചണ്ടിയാക്കിയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശു ഉറക്കത്തെ കുറിച്ചല്ല പറയുന്നത്, ക്ഷീണത്തെ കുറിച്ചല്ല പറയുന്നത്, ഭക്ഷണം കഴിക്കണം എന്നല്ല പറയുന്നത്, മറിച്ച് യേശു എന്താ പറയുന്നത്? പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലമുകളിലേക്ക് കയറി. കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് കാണിച്ചു തരുന്ന വലിയ മാതൃകയ. യേശു ഏതൊക്കെ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ അവസാനം എന്താ? യേശു അതിൻ്റെ ആഘോഷങ്ങളിൽ ഇനി ഞാൻ മടുത്തു, ക്ഷീണിച്ചു, വിശ്രമിക്കുകയല്ല ചെയ്ത്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിൽ എന്ന ദൈവം പണിത ഭവനത്തിന്റെ പ്രത്യേകത എന്താ? ദൈവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ട് ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്ന കുടുംബം. ആ കുടുംബത്തില് തമ്പുരാൻ കർത്താവിന് ഒന്നാം സ്ഥാനമുണ്ട്, പ്രാർത്ഥനയുണ്ട് ആ കുടുംബത്തിൽ. എന്നാൽ നമ്മൾ ഓർക്കണം, കുടുംബത്തിൽ ഇതാ നമ്മുടെ ആഘോഷങ്ങൾ വന്നു. ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥനകൾ ചടങ്ങായി മാത്രം മാറുന്നു. അല്ലാതെ ഈ ആഘോഷങ്ങളിലൊക്കെ മധ്യേ തമ്പുരാൻ കർത്താവിനെ വിളിച്ചുണർത്തുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. യേശു കാണിച്ചു തരിക, ശിഷ്യന്മാരെ നിർബന്ധിച്ചു മറുകരയിലേക്ക് പോകാൻ. ഇതിനുശേഷം യേശു എന്ത് ചെയ്ത്? യേശു ഒറ്റയ്ക്ക് ഏകാന്തതയെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി, മലമുകളിലേക്ക് പോയി. അല്ലാതെ യേശു വിശ്രമിക്കുകയല്ല ചെയ്തത്, മറിച്ച് പ്രാർത്ഥിക്കാൻ യേശു സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് വചനം വായിക്കുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്നും ഏറെ അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതാ ഈ യാത്രയിൽ പ്രതീക്ഷിക്കാത്ത അവളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഒരു കാറ്റും കൊടുങ്കാറ്റും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവളുടെ ജീവിതം ഉലയുന്ന അവസ്ഥ നമ്മുടെ ഭാവനയെ കാണണം. ഈ ശിഷ്യന്മാര് നടുക്കടലില്ല. ഈ സമയത്ത് വലിയൊരു കാറ്റും കൊടുങ്കാറ്റും വന്നു. ഈ സമയത്ത് എന്താ സംഭവിച്ച്? ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആടി ഉലഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ആരുമില്ല ഈ സമയത്തൊന്ന് വിളിക്കാൻ വേണ്ടി. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളായ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. രോഗങ്ങളായിരിക്കാം, കടബാധ്യതയായിരിക്കാം. ജെറുസലേം അസഹകൂടാരത്തിൽ ഓരോ ദിവസവും പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മക്കളാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജെറുസലേം അസഹകൂടാരത്തിലേക്ക് നേരിട്ട് ഫോൺ വിളിയായിട്ടും ഇമെയിൽ ആയിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും പ്രതികൂലമായ ഓരോ സാഹചര്യങ്ങളുണ്ട്. ഈ പ്രതികൂലമായ സാഹചര്യം ഒരുപക്ഷെ രോഗപീഠയാൽ വലയുന്ന വ്യക്തിയായിരിക്കാം, കടബാധിതയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം. നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണണം. ഈ വചനം വായിക്കുമ്പോൾ ഇതാ ഈ കടലിൽ നിന്ന് തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തെ ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കുക. തുടർന്ന് വചനം വായിക്കുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശു ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ 26, 27 വചനത്തിലൊക്കെ കണ്ടേ? യേശു എവിടെയായിരുന്നു? മലമുകളിലേക്ക് പോയി. എന്നാൽ ഇതാ കാറ്റും കൊടുങ്കാറ്റും പ്രതികൂലമായ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർ എന്തെന്നാ വചനം പറയുന്നത്? വചനം പറയാ, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ അവിടെ അടുത്തേക്ക് ചെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയായിരിക്കും ശിഷ്യന്മാര് ഈ ഭയങ്കര കൊടുങ്കാറ്റിൽപ്പെട്ട് ആ കപ്പലൊക്കെ വഞ്ചിക്ക് ആടി ഉലയുന്ന അവസ്ഥയാണെന്ന് യേശുവിന് മനസ്സിലായത് എങ്ങനെയാ? പത്രോസ് യേശുവിന് വാട്സപ്പിൽ വിളിച്ചു മെസ്സേജ് കൊടുത്തു. പത്രോസ്, അന്ത്രയോസ് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ടു. എങ്ങനെയാണ് യേശുവിനെ മനസ്സിലായ? എന്റെ ശിഷ്യന്മാര് ഇതാ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവര് പോയിക്കൊണ്ടിരിക്കുന്ന വഞ്ചിയുണ്ടല്ലോ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം തിരിച്ചറിഞ്ഞോ? പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് കാണാതെ തന്നെ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്
കാണാതെ തന്നെ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ഓർക്കുക, ഒരു വ്യക്തിയെ കുറിച്ച് ഈ പറഞ്ഞത് ഇങ്ങനെയാ. ആ വ്യക്തി ജെറുസലേം ധ്യാനിക്കാൻ വേണ്ടി വന്നത്. ഇദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായി സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജെറുസലേം വസ്ത്രകൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി അവിടെ ചെന്ന് ഈ കടയിൽ ഒരു പ്രത്യേകിച്ചൊന്നും ലക്ഷ്യമൊന്നുമില്ല, ആ കടയിൽ ചെല്ലുക. ഇദ്ദേഹം ഇരുന്നിട്ട് ഇങ്ങനെ ഈ ചെയിൻ സ്മോക്കറായി പുകവലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ് ഒരു 3-4-5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം ഇദ്ദേഹം വീണ്ടും അടുത്തത് സിഗരറ്റ് എടുക്കുന്നു, വീണ്ടും വലിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും അദ്ദേഹം വേറെ എന്തോ ലോകത്തിലാണ്. ഈ സമയത്ത് ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു ടെൻഷനില്ല, എനിക്കൊരു പ്രശ്നമില്ല. വീണ്ടും ഇദ്ദേഹത്തെ നോക്കി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയല്ലേ? ഇതങ്ങോട്ട് ചോദിക്കലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പോയി. ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല ഈ സാമ്പത്തികമായ കടബാധ്യത കാരണം ഇദ്ദേഹം ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം. എന്നാൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഈ മനുഷ്യൻ തിരിച്ചറിയുകയാണ് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയല്ലേ? അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം? പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോഴാ ഞാൻ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം പറയുക, എന്റെ ജീവിതത്തെ രക്ഷിച്ചത് മറ്റാരുമല്ല, ഈ ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി എനിക്ക് കാണിച്ചു തരിക. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു, പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് കാണാതെ തന്നെ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അപ്പൊ എന്റെ കാര്യം എങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ഒരു ദൈവമുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. അത്രയും വചനം പറയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നീങ്ങിയ ഒരു കർത്താവിശംസിഹായെ കുറിച്ചല്ല പറയുന്നത്. ഇതൊരു ചരിത്രത്തിൽ സംഭവിച്ച ഒരു സംഭവമായിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവിശംസിഹ വരുന്നത്. മറിച്ച് ഇന്നും ദിവ്യകാരുണ്യത്തിൽ എന്റെ കുടുംബത്തിലേക്കും എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്കും വരുന്ന യേശുവിനെയാണ് ഇന്നും നാം കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന. ആ യേശുവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ വചനം ശ്രമിക്കുന്നേ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവിടെ അടുത്തേക്ക് ചെന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും, ചില കാര്യങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അറിയാനും സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും 26-ാമത്തെ വചനം വായിച്ചേ. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതാ കാറ്റും കോളും ആഞ്ഞടിച്ചിരിക്കുക വഞ്ചിയിലെ. ഈ സമയത്ത് യേശു അവിടെ അടുക്കിലേക്ക് വന്നു. കുറച്ചു നേരം മുമ്പ് കൺവെൻഷൻ നടത്തിയപ്പോൾ കൺവെൻഷൻ നേതൃത്വം കൊടുത്തോണ്ട് വരുന്ന വ്യക്തിയെ കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ചു, നിങ്ങൾ കടലിന് അക്കരെ പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ ഇപ്പതാ 4-ാം യാമത്തിൽ യേശു അവിടെ അടുക്കിലേക്ക് വന്നപ്പോൾ ഈ ശിഷ്യന്മാര് യേശുവിനെ എന്തെന്ന് വിളിച്ചേ? എന്തെന്ന് വിളിച്ചേ? ഉറക്കെന്ന് വിളിച്ചേ? ഭൂതെന്നാ വിളിച്ചേ, ഭൂതെന്നാ വിളിച്ചേ. കാരണം ഇവരൊക്കെ ഉള്ളിലെ ഭയ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിരാശയുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടോ? നമ്മെ സഹായിക്കാൻ വരുന്ന വ്യക്തികളെ പോലും നമുക്ക് പേടിയാ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ടോ, നിരാശയുണ്ടോ? നമ്മെ സഹായിക്കാൻ വരുന്ന വ്യക്തികളെ പോലും നമുക്ക് പേടിയാ. അതാണ് ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാ, നിരാശയുള്ളത് കൊണ്ടാ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴും അവർ ഭൂതം എന്ന് വിളിച്ചത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സംഭവിക്കുന്നതാ. ആരെ കണ്ടു കഴിഞ്ഞാലും പേടിയാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് നമ്മെ സഹായിക്കാൻ വരുന്നുണ്ട്. നിന്റെ ഈ പ്രതിസന്ധിയെ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു കർത്താവിശംസായി നീ കാണുന്നുണ്ട്. കടബാധ്യം മുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി ഈ സമയം നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു കർത്താവിനെ നീ കാണുന്നുണ്ട്.
രോഗപീഠകളാൽ വലയുന്ന ഒരു വ്യക്തി, നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്ന ഒരു കർത്താവിനെ ഈ സമയം നീ കാണുന്നുണ്ടോ? ഇന്ന് അച്ഛൻ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. മൈഗ്രെയിന് തലവേദന കാരണം മുറി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടിൽ കിടന്നുറങ്ങുക. ഈ സമയത്ത് ഈ മകൾ ഈ ദീപികാരുടെ സൗഖ്യാരാധന കാണുക. ഈശോ വന്ന് ഈ നെറ്റിയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചു. എന്നിട്ട് പറയുക, ഈശോ എന്റെ നെറ്റിയിൽ അമർത്തി പിടിച്ചു. ആ സമയം മുതൽ എന്റെ മൈഗ്രെയിൻ തലവേദന പൂർണ്ണമായി മാറിയെന്ന് ഒരു മകൾ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഈ അൽത്താരി വന്ന് സാക്ഷ്യം നൽകിയത് നമ്മൾ കണ്ടു. ഇതേപോലെ നിന്റെ സങ്കടങ്ങൾ നീ ഒറ്റയ്ക്കല്ല, നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ദൈവമുണ്ട്. ദിവ്യ കാരുണ്യനാഥൻ ഇപ്പൊ നീ ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ മുറിയിലേക്ക്, രോഗാതുരമായ ശരീരത്തിലേക്ക് കർത്താവ് വന്നോ? വിശ്വസിക്കുന്നവരത് വലതുകരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും വചനം വായിക്കണം. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ. കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു എന്തെന്ന് പറഞ്ഞ്, യേശു അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ ആ വാക്കൊന്ന് നിങ്ങൾ പറഞ്ഞേക്കണം. ഇതാ ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. എന്തെന്ന് പറഞ്ഞേ? ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഉറക്കൊന്ന് പറഞ്ഞേ, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഈ വചനം ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇന്ന് കർത്താവ് വിശ്വസിച്ച ഓരോ മക്കളെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇതാ, ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഞാനാ, നിന്റെ അടുക്കിലേക്ക് വരുന്നത് ഞാനാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പറയും, നീ ആൾക്ക് കടബാധി മുങ്ങിയിരിക്കുക, അന്ന് നീ ഇതൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ, നോക്കിക്കോ ഇതൊക്കെ നിനക്ക് വരും എന്നുള്ളത്. മനുഷ്യരുടെ വാക്കുകളൊക്കെ ഒരു മനുഷ്യനെ ഒരു പക്ഷേ മനസ്സിലൊക്കെ തളർത്തുന്ന വാക്കുകളാണ്. എന്നാൽ യേശുവിന്റെ വാക്കുകൾ അങ്ങനെയല്ല. യേശുവിന്റെ വാക്കുകൾ ഒരു മനുഷ്യൻ തളർത്തുന്ന വാക്കുകളല്ല. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വാക്കുകളാണ്. ഇതാ കർത്താവ് വിശ്വസിച്ചായും സാധാരണ മനുഷ്യൻ നമ്മുടെ വ്യത്യാസം. കർത്താവ് വിശ്വസിച്ച നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയാം, നീ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും, ഇത് ഞാനാ. ഈ ധൈര്യത്തിന്റെ വാക്കുകളാ കർത്താവ് വിശ്വസിച്ച തരുന്ന. എന്നാൽ സാധാരണ മനുഷ്യരാണ് ഇതൊക്കെ നോക്കി നിരാശയിലേക്ക് നയിക്കുന്ന വാക്കുകൾ. അല്ലെങ്കിൽ നീ ഇതൊക്കെ അനുഭവിക്കും, ഞാൻ പണ്ടേ കണ്ടതാ, ഇതുപോലുള്ള വാക്കുകളാ. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറയുക, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 28ാമത്തെ വചനം വായിച്ചേ. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് പത്രോസ് തിരിച്ചറിയ അത് യേശുവാ. അവന്റെ വാക്ക് കേട്ടപ്പോൾ ധൈര്യമായിരിക്കും, ഭയപ്പെടേണ്ട, ഞാനാണ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഈ സമയത്ത് പത്രോസ് പറയുക, ആ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുക. കർത്താവിന്റെ സന്നിധിയിലേക്ക് അവർ നടക്കുക. നമ്മൾ ഓർക്കണം, ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവിന്റെ വാക്ക് കേട്ട് അവൻ മുന്നോട്ട് പോവുക. നമ്മൾ ഓർക്കണം, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാ. നിങ്ങൾ താഴ്ന്നു പോകാൻ നിന്റെ ദൈവം അവിടുന്ന് അനുവദിക്കുകയില്ല. വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നമുക്കറിയാം നമ്മളൊക്കെ താഴെ പോകും. നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ നമ്മളൊക്കെ മുങ്ങിപ്പോകും. എന്നാൽ പത്രോസ് ഇതാ വള്ളത്തിൽ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച് മുന്നോട്ട് നടക്കുക. കാരണം എന്താ? അവൻ ആരുടെ വാക്ക് കേട്ടിട്ടാ മുന്നോട്ട് പോകുന്നേ? അവൻ ആരുടെ വാക്ക് കേട്ടിട്ടാ മുന്നോട്ട് പോകുന്നേ? യേശുവിന്റെ വാക്ക് കേട്ടിട്ടാ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തന. ഈ വിശ്വസ്തത അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പത്രോസിന്. അതുകൊണ്ടാണ് പത്രോസ് ഇതാ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് ശിഷ്യന്മാരും കാണുന്നുണ്ട്, യേശുവും കാണുന്നുണ്ട്, പത്രോസ് മുന്നോട്ട് പോകുന്നത്. തുടർന്ന് വചനം വായിക്കുന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി,
നീ സംശയിച്ചതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പത്രോസിനോട് പറയാ, നീ ഇങ്ങോട്ട് വന്നോ? അവൻ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നടക്കുക. അവൻ നടന്ന് മുന്നോട്ട് പോയി. അല്പസമയം കഴിഞ്ഞപ്പോ അവന്റെ വിശ്വാസം ഇതാ ചോർന്നു പോവുക. വിശ്വാസം ചോർന്നു പോയപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ മുങ്ങിപ്പോയി. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുക, ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു, കർത്താവേ രക്ഷിക്കണമേ. ജലത്തിൽ മുങ്ങിത്താഴാൻ പോയപ്പോൾ അവൻ നിലവിളിച്ചു, കർത്താവേ രക്ഷിക്കണമേ. ഇത് കേൾക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്ന എന്താ? പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താഴു. പത്രോസ് ആരാ? മുക്കുവനാ. അവൻ ജനിച്ചു വീണത് കടൽ തീരത്താ. കടലിന്റെയും അതുപോലെ നീന്തലിന്റെയും എല്ലാ ശാസ്ത്രം അറിയാവുന്ന വ്യക്തിയാ. പക്ഷേ ഒരു നിമിഷം അവന്റെ ജീവിതത്തിൽ അവൻ പകച്ചു പോയപ്പോൾ സംഭവിച്ചത് എന്താ? നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ? അവൻ മുങ്ങി താഴുക. ആ മുങ്ങിത്താഴുന്ന കൈകളിൽ ഒരു വ്യക്തി കയറിപ്പിടിച്ചു. അവന്റെ പുറകില് ശിഷ്യന്മാര് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടതാ. ഈ ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ ഓർക്കുക, നമ്മൾ ചിരിച്ചു കാണിക്കുന്ന വ്യക്തികളുണ്ട്. ഒരു പ്രതിസന്ധിയുടെ സമയങ്ങളിൽ നമ്മൾ ചിരിച്ചു കാണിക്കുന്നവരും വലിയ വാക്കുകളൊക്കെ പറയുന്ന വ്യക്തികളും ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. മറിച്ച് പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ, നീ മുങ്ങിത്താഴ് നിമിഷങ്ങളിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. മുങ്ങിത്താഴുന്ന നിമിഷങ്ങളിൽ, നിന്റെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ നിന്നെ രക്ഷിക്കാൻ ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കർത്താവ് വിശ്വസിക്കുക മാത്രം. ഇത് ബോധ്യപ്പെട്ടാൽ മതി നിന്റെ ജീവിതത്തിൽ. ഒരു പക്ഷേ ഇന്ന് താന്നിടത്തുനിന്ന് ഈ പത്രോസിനെ ഉയർത്തിയ ദൈവത്തെ നീ കാണാൻ. ഒരുപക്ഷെ സാമ്പത്തികമായി തകർന്ന് മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയാ. ഈ മുങ്ങിത്താഴുന്ന വ്യക്തിയെ ഉയർത്തുന്ന ഒരു ദൈവത്തെ നീ ഒന്ന് കാണ്. ഒരുപക്ഷെ നീ വിദ്യാഭ്യാസം കുറഞ്ഞവനായിരിക്കാം, ആരോഗ്യം കുറഞ്ഞവനായിരിക്കാം. ഇവിടെ നിന്ന് പത്രോസിന്റെ കൈ പിടിച്ചുയർത്തിയതുപോലെ നിനക്ക് കൈ തന്ന് ഉയർത്തുന്ന ഒരു ദൈവത്തെ നീ ഒന്ന് കണ്ടേ. ഇന്ന് ഈ ആരാധനയിൽ നമുക്കും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ദൈവം നിന്റെ കരത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ജീവിതത്തിൽ ദൈവം നിന്റെ ജീവിതത്തിൽ കാറ്റും കോടും കടന്നു വരുമ്പോ നീ എന്താ ചെയ്യണ്ടേ? നമുക്ക് കാണാൻ സാധിക്കും, ഈ ശിഷ്യന്മാരൊക്കെ ശാന്തമായി ഇരുന്നത് പോലെ ശാന്തമായി തമ്പുരാന്റെ സന്നിധിയിലേക്ക്. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിലില്ല. ഒരു പക്ഷേ പാപത്താൽ തകർന്നൊരു വ്യക്തിയായിരിക്കാം. ഒരു പക്ഷേ ഒരുപാട് കുടുക്കൽ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഈ പ്രശ്നങ്ങളിൽ നിന്റെ കർത്താവ് വിശ്വസിയായി ഇടപെടാൻ സാധിക്കാത്തൊരു മേഖലയുമില്ല. പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നവും നിന്റെ ജീവിതത്തിലില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരുപക്ഷെ ഈ ശിഷ്യന്മാരുടെ അവസ്ഥയെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അവസ്ഥ എന്താണെന്നത് കർത്താവിനോട് നമ്മളൊന്ന് പറയാൻ പോവുക. കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ, മുങ്ങിത്താഴുന്ന നിന്റെ ജീവിതം മുഴുവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച്. ഒരുപക്ഷെ അപ്രത്യക്ഷമായി നിന്റെ ജീവിതത്തിൽ കാറ്റും കോളും കൊടുങ്കാറ്റും നിന്റെ കുടുംബത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. രോഗങ്ങൾ, കടബാധ്യതകൾ, പരീക്ഷ 5-6 പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഒന്നിനു പുറകെ ഒന്നായി കുടുംബത്തിൽ രോഗങ്ങൾ വന്ന് സമ്പാദിച്ച് മുഴുവൻ ഇത് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കാനുള്ളൂ. മക്കൾക്ക് വിവാഹപ്രായമായി വിവാഹം നടക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. കർത്താവേ, മുങ്ങിത്താഴുന്ന വ്യക്തികളാ, മുങ്ങിത്താഴുന്ന കുടുംബങ്ങളാ ഇന്ന് കർത്താവേ നിന്റെ സന്നിധിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പത്രോസ് കർത്താവിന്റെ സന്നിധിയിൽ മുങ്ങിത്താഴുന്ന വേളയിൽ കർത്താവിനെ കരം നീട്ടിക്കൊടുത്ത് അവനെ മുങ്ങാൻ വിട്ടില്ല. കർത്താവിനെ അവനെ പൊക്കിയെടുത്തു, അവനെ ഉയർത്തിയെങ്കിൽ ആ കർത്താവ് തന്നെയാ ഇന്ന് ഈ ദിവ്യ കാരുണ്യത്തിൽ നിന്റെ മുമ്പിലായിരിക്കുന്നത്. നീ വിളിച്ചോ കർത്താവ്, യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. നിന്റെ നീറുന്ന പ്രശ്നങ്ങളൊക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയേ. നിന്റെ കണ്ണുനീരുകളൊന്ന് ഉയർത്തിയേ. നിന്റെ വേദനകൾ, നിന്റെ പ്രാർത്ഥനകൾ, പങ്കുവെക്കാനാവാത്ത ബാധ്യതകൾ, നിർമ്മാണത്തിനായി മുങ്ങിയിരിക്കുന്ന കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, ഡിവോഴ്സിന് പങ്കിലെത്തിയിരിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ, കരങ്ങൾ ഉയർത്തി വിളിച്ച മക്കളെ യേശുവേ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച് നേരുന്ന പ്രശ്നങ്ങളുടെ മുതലേ കർത്താവിനെ വിളിച്ച മക്കളെ പ്രാർത്ഥിക്കുന്ന ആളുകൾ കാണാതെ തന്നെ നിന്റെ ചില കാര്യങ്ങൾ കർത്താവ് കാണിച്ചു. ഈ സമയം കർത്താവിന്റെ ജീവിതത്തെ
കർത്താവിന്റെ നാമം വിളിച്ച മക്കളെ, ജീവിതം കലങ്ങി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാതെ ശതമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് അവരുടെ നാമം വിളിച്ച് പത്രോസിനെ പോലെ നീ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് യേശു പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കും. ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കും. ഈ ദിവ്യ കാരണത്തിന് സ്വരം കേൾക്കുന്നില്ലേ? ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കുവേ. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് വിളിച്ചുടരുന്നേ യേശുവേ. മകളെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയും കൺമണിയേ, മക്കളിലേക്ക് കയ്യിൽ നീട്ടി പിടിച്ച എല്ലാവരും ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. എല്ലാവരും ചേർന്ന് കരയരുതേ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിന്റെ കൂടെ, കൈകൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ കൂടെയില്ലേ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ രക്ഷിക്കുന്ന കർത്താവാണ്. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. ഞാൻ നിന്നെ രക്ഷിക്കുന്ന കർത്താവാണ്. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. എന്റെ കർത്താവേ, ഇതാ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. പത്രോസിന്റെ കൈ പിടിച്ച് ഉയർത്തിയതുപോലെ ഞങ്ങളായിരിക്കുന്ന ഇപ്പോഴത്തെ തകർന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കൈ പിടിച്ച് പൊക്കിയെടുക്കണം കർത്താവേ. രോഗികളായി കഴിയുന്ന സകല മക്കളെയും നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയോ അധികം മക്കളാണ് പലതരത്തിലുള്ള മാരക രോഗത്താൽ ഇന്നും മുങ്ങി മുങ്ങി താണുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന്, ഈ രോഗപീഠയിൽ നിന്ന് കർത്താവേ അങ്ങൊന്ന് വന്ന് കൈ പിടിച്ച് ഒന്ന് ഉയർത്തി തരണമേ. ക്യാൻസർ രോഗികളുടെ ധൈര്യത അങ്ങ് കാണണമേ. പലതരത്തിലുള്ള ക്യാൻസർ രോഗത്താൽ വേദനിച്ച് കഴിയുന്നവരെ കാണണമേ. ഹാർട്ട് സംബന്ധമായ രോഗം മൂലം വല്ലാതെ വേദനിക്കുന്ന ഓരോ കുടുംബത്തെയും അങ്ങ് കാണണമേ. ദൈവത്തിന്റെ ശക്തി അവരിൽ വന്ന് നിറഞ്ഞ് അത്ഭുത സൗഖ്യം കൊടുക്കണമേ. ഓപ്പറേഷന് വിധേയരായി അബോധാവസ്ഥയിൽ കഴിയുന്നവരെ കാണണമേ. അതിൽ നിന്ന് കൈപിടിച്ചുയർത്തണമേ. ബോധാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ അധികം കൊച്ചു കുട്ടികളാണുള്ളത്. കർത്താവേ, അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയാകട്ടെ. വിട്ടുമാറാത്ത തലവേദനയുള്ളവര്, മൈഗ്രീൻ തലവേദനയുള്ളവര്, ശക്തമായ നടുവേദനയുള്ളവര്, ഡിസ്ക് ബൾജ് ചെയ്തവര്, കാലിന് തരിപ്പുള്ളവര്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, ത്വക്ക് രോഗികള്, സിറോസിസ് ബാധിച്ചവര്, ക്രിയാറ്റിൻ ലെവൽ അങ്ങേറ്റം ഉയർന്നവര്, കർത്താവെ കിഡ്നി രോഗികള്, തലചുറ്റുള്ള മക്കള്, എപ്പോഴും ഛർദിയുള്ളവര്, സദാസമയവും കർത്താവെ ശരീരം മുഴുവൻ വേദനിക്കുന്നവര്, കിടപ്പ് രോഗികൾ, അപകടത്തിൽപ്പെട്ടവർ, കർത്താവെ ഇതാന്റെ പക്കലേക്ക് സമർപ്പിക്കുന്നു. രണ്ട് കൈകൾ ഉയർത്തിയ മക്കളെ, നമ്മുടെ എല്ലാ രോഗങ്ങളെയും എല്ലാ രോഗാവസ്ഥയും ദിവ്യകാര്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാര്യത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവ് രക്ഷിക്കും. കർത്താവ് കൈ നീട്ടി പത്രോസിനെ രക്ഷിച്ചെങ്കിൽ ഇന്ന് നമ്മളെയും നമ്മുടെ രോഗാവസ്ഥയിൽ രക്ഷിക്കും. ന്യൂമോണിയ ബാധിച്ച, നിലയ്ക്കാത്ത ചുമയുള്ളവര്, ശരീരം മുഴുവൻ വേദനയുള്ളവര്, ഒന്ന് ഉറക്കേണ്ട പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്നവര്, ഇനി എന്ത് ചെയ്യുന്നറിയാതെ സങ്കടപ്പെടുന്നവര്, ഏകാശ്രയം, ഒരേ ആശ്രയം ദിവ്യകാര്യമാണ്. കരുതിയെത്താൻ നമുക്ക് സ്വയമുയർത്തി വിളിച്ചു വരാം. മുങ്ങിയ ജീവിതമൊക്കെയും കർത്താവേ കർത്താവേ കാഴ്ചയാ കർത്താവിനെ നമുക്ക്
ഈശോയെ തൊട്ടുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും നമ്മൾ ഇന്ന് മനസ്സിലാക്കിയില്ലേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നിലനിൽക്കുന്നത്. ആ ദിവ്യകാരുണ്യമായി ഈശോയെ തൊടാം. കർത്താവിന്റെ ശക്തി നമ്മളിൽ വന്നു നിറയും. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിനെ തൊട്ട കൈ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. രോഗികളായിട്ട് കഴിയുന്നവർ, രോഗമുള്ള ശരീരത്തിലും തൊട്ടോ, രോഗികൾ അടുത്ത് നിൽക്കുന്നവർ അവരെ സ്പർശിച്ചോ. എന്നിട്ട് മക്കളെ നമുക്ക് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആലപിക്കാം. രണ്ട് കരങ്ങൾ തുറന്നു വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. സ്ഥലം വിൽപ്പനകൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ വിവാഹം നടത്താനായിട്ട് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, കടബാധ്യത തീർക്കാനായിട്ട് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, കർത്താവെ ആ തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കണമേ. കർത്താവെ എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ. കുടുംബ സമാധാനമില്ലാതെ വല്ലാതെ വിഷമിക്കുന്ന സകല വ്യക്തികളെയും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഭിന്നതയുള്ള കുടുംബങ്ങൾ, മക്കളും മാതാപിതാക്കളും തമ്മിൽ അനൈക്യത്തിൽ ജീവിക്കുന്നവര്, മിണ്ടാതെ ജീവിക്കുന്നവര്, സ്നേഹിക്കാതെ ജീവിക്കുന്നവര്, ജീവിത പങ്കാളികൾ തമ്മിൽ വഴക്കുകൂടി ജീവിക്കുന്നവര്, ഭിന്നിച്ച് അകന്ന് ജീവിക്കുന്നവര് ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നവര്, തുടർച്ചയായിട്ടുണ്ടാകുന്ന അപകടങ്ങളുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും അപകടങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു, ദുർമരണങ്ങൾ സംഭവിക്കുന്നു. കർത്താവിന്റെ ശക്തമായ ഇടപെടൽ അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചേരാൻ ഇടയാക്കണമേ. അപകടത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. നിർമ്മാണ മേഖലകളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ, കൂലിപ്പണി പോലും ഇല്ലാതെ വിഷമിക്കുന്ന സകല വ്യക്തികളെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തുക മക്കളെ, ഇരു കരങ്ങൾ ഉയർത്താം. യേശുവേ എന്ന് എല്ലാ മക്കളും ചേർന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം. ഈശോ സകല കുടുംബങ്ങളും വരും, സകല മക്കളെയും തൊടും, തൊട്ടനുഗ്രഹിക്കും. അത്ഭുത രക്ഷ, അത്ഭുത സൗഖ്യം, അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വിളിച്ചു പ്രാർത്ഥിക്കാം. സ്വയം കർത്താവിന്റെ മക്കളിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. വലിയ കടബാധ്യത മൂലം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളെ, കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പത്രോസിനെ കൈ പിടിച്ച് പൊക്കിയെടുത്തതുപോലെ കടക്കിണിയിൽ വിട്ട് കടഭാരത്താൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ടല്ലോ, കുടുംബങ്ങളുണ്ടല്ലോ. കർത്താവെ, അങ്ങൊന്ന്
കൈയെത്തിപ്പിടിച്ച് അവരെ രക്ഷിക്കണമേ. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ആ മക്കളെ രക്ഷിക്കാൻ അങ്ങ് തന്നെ നേരിട്ടിടണമേ. സ്വന്തമായി വീടില്ലാത്ത ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എന്തുമാത്രം കുടുംബങ്ങളാണുള്ളത്. അവർ ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിക്കണമെന്ന് സ്വന്തമായി ഭവനം ഒരുക്കി കൊടുക്കണമേ. ഒരു ജോലിക്ക് വേണ്ടി വിദേശത്ത് സ്വദേശത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എത്രയോ ആളുകളാണുള്ളത്. കർത്താവേ, ജോലികൾ നൽകി അനുഗ്രഹിക്കണമേ. ഒരു ജോലി കണ്ടെത്താൻ അവരെ സഹായിക്കണമേ. വിസിറ്റ് പോയിട്ടുള്ളവർക്ക് വിസ കാലാവധി തീരുന്നതിന് മുൻപേ കർത്താവേ ജോലികൾ നൽകി അനുഗ്രഹിക്കണമേ. പല കേസുകളിൽപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാതെ വിഷമിക്കുന്ന മനപ്രയാസത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിയ മക്കളെ, അവരിലേക്കൊക്കെ ദിവ്യകാരുണ്യ ഈശോ വരും. കർത്താവ് രക്ഷിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. പത്രോസിനെ രക്ഷിച്ച കർത്താവ് ഓരോ മക്കളെയും ഇപ്പോഴത്തെ തകർച്ചകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് രക്ഷിക്കും. രണ്ട് കൈകൾ ഉയർത്തി സ്വരമുയർത്തി ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മക്കളിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി നിൽക്കാം. കരങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാം. എന്റെ കർത്താവേ, ഇതാ അങ്ങേ കൈകളിലേക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികൾക്കായി നാളുകളായി വർഷങ്ങളായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ എത്രയോ അധികം ആളുകളാണ് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാതെ അങ്ങേയറ്റം വിഷമിക്കുന്നത്. കർത്താവേ, അങ്ങ് വരണമേ. അവർക്ക് ഓരോരുത്തർക്കും ജീവിത പങ്കാളികളെ കൊടുത്ത് അനുഗ്രഹിക്കും. അതുപോലെ എന്റെ പൊന്നു തമ്പുരാനെ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ എന്നും സങ്കടവും എന്നും വിഷമവും നിരാശയും കണ്ണുനീരുമായി ജീവിക്കുന്ന ദമ്പതികളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. തടസ്സങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് അവരെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യത്തിന്റെ പക്കലേക്ക് എല്ലാ വിദ്യാർത്ഥിനികളും സമർപ്പിക്കുന്നു. അവരെ ഉന്നതമായ വിജയങ്ങൾ നൽകണമേ. പരീക്ഷകൾ, IELTS പരീക്ഷകൾ, PSC ടെസ്റ്റ് പരീക്ഷകൾ, മറ്റ് ഇന്റർവ്യൂ, ജോലിക്ക് വേണ്ടി കർത്താവേ അതിൽ വിജയിക്കാനുള്ള വരം കൊടുക്കണമേ. ഉന്നതമായ വിജയം നൽകണമേ. +1, +2, ഡിഗ്രി സ്റ്റുഡൻസിന് ഉന്നതമായ വിജയത്തിലേക്ക് ഓരോ മക്കളെ ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഘടന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പലതരത്തിലുള്ള ഡ്രഗ്സിന്, മയക്കുമരുന്നുകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന യുവതി യുവാക്കൾ, മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ തിന്മയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അവരെ ഒക്കെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിയ മക്കളെ, ഇരു കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാര്യത്തിലേക്ക് സമർപ്പിക്കാം. വിസ തടസ്സമുള്ള മക്കളെ സമർപ്പിക്കാം. കർത്താവ് ഇടപെടും. ആ തടസ്സങ്ങളൊക്കെ കർത്താവ് മാറ്റിത്തരും. വിളിച്ചു പ്രാർത്ഥിച്ചോ. ദിവ്യകാരുണ്യ ഈശോ വരും. വിളിച്ചുന്നില്ല. ഒരു ജോലിക്ക് വേണ്ടി, വിദേശത്ത് പഠിക്കാൻ വേണ്ടി വിസകൾക്കായി കാത്തിരിക്കുന്ന മക്കളെ വിശ്വസിച്ചോ. കർത്താവ് രക്ഷിക്കും. കർത്താവ് നേടി തരുന്നത് ചെയ്യും. കരമയുയർത്തി സ്വരമയുയർത്തി ഒരുമിച്ച് വിളിച്ചു വരാം. പക്കലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ജീവിത
വിളിച്ച് കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടുന്നു. കൈകൾ കൂപ്പിക്കൊണ്ട് കർത്താവേ കാഴ്ചയായി മകളെ കർത്താവിനെ വലിയ സ്ഥലത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമ്മളേറ്റ് സ്വീകരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിച്ചാൽ നമ്മൾ അനുഗ്രഹീതമാകും. ഇന്ന് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതാവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ കൈ പിടിച്ച് പൊക്കിയെടുത്ത് രക്ഷിക്കും. ആ ഈശോയുടെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാനായി ഒരുങ്ങാം. വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ, ഓരോ കുടുംബങ്ങളിലും ദിവ്യകാര്യമായി ഈശോയുടെ അത്ഭുത ശക്തി വന്നു നിറയട്ടെ. അത്ഭുത രക്ഷ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഓരോ മക്കളെയും പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കണമേ. ഏതൊക്കെ നിയോഗങ്ങളോടെയാണോ ഇന്ന് അങ്ങയുടെ മക്കളിലേക്ക് വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗങ്ങൾ ഒന്നൊന്നായി നിറവേറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾക്ക് അത്ഭുത സൗഖ്യം നൽകണമേ. ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്ന ചില കുഞ്ഞുങ്ങളെ കർത്താവെ അത്ഭുതകരമായ വിധത്തിൽ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കണമേ. അബോധാവസ്ഥയിലായിരിക്കുന്നവർക്ക് കർത്താവെ സൗഖ്യം നൽകണമേ. ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തണമേ. കേസുകളിൽ നിന്ന് രക്ഷിക്കണമേ. വിസ തടസ്സങ്ങൾ മാറ്റണമേ. ജോലി സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറ്റിക്കളയണമേ. കർത്താവെ വിജയം നൽകണമേ. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം നമ്മളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 18 അധ്യായം 18 മുതലുള്ള വചനങ്ങൾ. പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല, മരണം അങ്ങയെ സ്തുതിക്കുകയില്ല. പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങേക്ക് നന്ദി പറയുന്നത്. കർത്താവ് എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.